പനിയെല്ലാം കുറഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയായി, നാളെയാണ് ഞായറാഴ്ച, അപ്പോൾ നാളെയാണ് ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് ബ്ലോഗിലേക്ക് സ്വാഗതം. തിരുവോണ ദിവസം നമ്മുടെ രാവിലെ അത്തമിടാനുള്ള തിരക്കിലാണ് എൻ്റെ ഇളയ അനിയനും ഭാര്യയും. ഹലോ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ രാവിലെ തന്നെ തിരുവോണമാണെന്ന് എല്ലാം വേവിച്ചിട്ടൊക്കെ കുളിക്കുന്നുള്ളൂ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിന് വേണ്ടി പുട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ കേരളത്തിലാണ്, കേരളത്തിൽ എൻ്റെ വീടാണ്, ഞങ്ങളുടെ കുടുംബ വീടാണ്. അത് അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പിന്നെ നമ്മൾ സാധനങ്ങൾ ഇതെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തലേന്ന് വെക്കണ വിചാരിച്ചാൽ പറ്റിയില്ല കേട്ടോ. പിന്നെ നാരങ്ങ, പിന്നെ മാങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് ഇനി വെക്കണം കറിയൊക്കെ. അബിക്കുട്ടന് നല്ല പനിയാണ്, അതുകൊണ്ട് നമുക്കൊരു ഉത്സാഹം വരുന്നില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം ഓണം നല്ലോണം ആഘോഷിക്കണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നമ്മുടെ വയനാട്ടിലെ സംഭവം കാര്യമൊക്കെ പിന്നെ വർഷത്തിലൊരിക്കൽ വരുന്നില്ല. അപ്പം അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. നാളെ നമുക്ക് തമിഴ്നാട്ടിലെ ഓണാവധിയൊന്നുമില്ല കേട്ടോ. കേരളത്തിൽ 10 ദിവസം അവധി ഉണ്ടല്ലോ, നമുക്ക് തമിഴ്നാട്ടിലെ ഓണാവധിയൊന്നുമില്ല. അതുകൊണ്ട് നാളെ മോന് സ്കൂളിൽ പോകണം. തിങ്കളാഴ്ച മോന് എക്സാമാണ്. അതുകൊണ്ട് ഞങ്ങളിന്ന് തന്നെ ഓണം ഞായറാഴ്ചയല്ലേ, അപ്പം നാളെ തിങ്കളാഴ്ച വീട്ടിൽ പോകും കേട്ടോ. ഒരു ദിവസത്തെ ക്ലാസ് പോകും. രാവിലെ പുട്ടിനുള്ള മാവ് കുഴയ്ക്കാണ്. അബിക്കുട്ടനാണെങ്കിൽ രാവിലെ ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെയാണ് കേട്ടോ. പിന്നെ കാർട്ടൂൺ ഇട്ട് കൊടുത്തു. അമ്മയായിട്ടിരുന്ന് കാണുവാണ് കാർട്ടൂണ്. അമ്മ കുറേ നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ, സുഖമില്ലാത്തതാണ്. നമ്മളെ പുട്ട് വേകുമ്പോഴത്തേക്ക് നമുക്ക് അത്തം എന്തായാലും നോക്കിയിട്ട് വരാം. അത്തം പകുതി ആയതേ ഉള്ളൂ എന്നാ മനെ. അങ്ങനെ നമ്മുടെ ധനിക്കുട്ടി ഇവിടെ ഉറക്കേണ്ടി വന്നിട്ടുണ്ട്. ഹാപ്പി ഓണം ധനി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇനി എൻ്റെ മൂത്ത അനിയൻ്റെ മകളാണ്. പിന്നെ ഇത് ഇളയ അനിയനും ഭാര്യയാണ് അവിടെ നിന്ന് അത്തൊക്കെ ഇടുന്നത് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പയറ്, പപ്പടം, പഴം. എളുപ്പത്തിന് രണ്ടെണ്ണം പുട്ടുണ്ടാക്കി. നമുക്കിനി സദ്യയൊക്കെ ഒരുക്കണം. അപ്പോൾ പുട്ട് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. പച്ചടി സദ്യയൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. ഇനി പായസം കൂടെ വെക്കണം. പായസം അടുപ്പിൽ കിടക്കുവാണ്. പായസവും കൂടെ റെഡിയായ നമ്മൾ സദ്യ കഴിക്കാൻ സമയമായി. ഇപ്പോൾ സമയം 1 മണി ആവാറായി കേട്ടോ. ഇനി കുളിക്കണം, സദ്യ കഴിക്കണം. ഇതെൻ്റെ മൂത്ത അനിയൻ. ആളൊരു റിസോർട്ടിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യ റെഡിയായി കഴിഞ്ഞു. നമുക്ക് സദ്യക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പരിപ്പറി, തോരൻ, മുട്ടപ്പസ് തോരൻ, മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, പിന്നെ ഇഞ്ചി, പച്ചടി, സലാഡ്, പിന്നെ അവിയൽ, നല്ല സാമ്പാർ, പപ്പടം,
ഇളയ അനിയൻ്റെ ഭാര്യ ഷിജിയാണ് നമ്മുടെ സദ്യയിൽ മിക്ക കറികളും ഉണ്ടാക്കിയത് കേട്ടോ. ആൾ നല്ലൊരു പാചകക്കാരിയാണ്, നല്ല ടേസ്റ്റൊക്കെയാണ് കറികൾ. ഇത് മൂത്ത അനിയനും ഭാര്യ രേഷ്മയുമാണ്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് വീഡിയോ ഇട്ടപ്പോൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ധനുക്കുട്ടിയുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ആൾ നല്ലവണ്ണം കുളിച്ച് റെഡിയായി മുല്ലപ്പൊക്കെ വെച്ച് ചോറ് കഴിക്കാനായിട്ട് വന്ന ടൈമിൽ ആൾക്ക് ഉറക്കം വന്നു. അങ്ങനെ ആൾ ഉറക്കമായി കേട്ടോ. അപ്പം നമുക്ക് അയാൾ തിന്നുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ചോറെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ വെറുതെ തീർച്ചയായിട്ടും വെറുതെ കല്ലും പറക്കി അതിനാണ് ഇരിക്കുകയാണ്. അവിട്ടായിട്ട് എല്ലാവരും വീട്ടിൽ പോകണം. രേഷ്മയും വീട്ടിൽ പോകണം. അപ്പച്ചി വരട്ടെ, അപ്പച്ചിനെ കൊണ്ടു. അപ്പോൾ ഓണം കഴിഞ്ഞ് അവിട്ടത്തിന് 2 അനിയന്മാരും ഭാര്യമാരും അവരവരുടെ വീടുകളിൽ അവിട്ടം ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവക്ക് ഹെൽമെറ്റ് ഇല്ലയോ? ധോനി ടാറ്റാ, ടാറ്റാ ധോനി, ടാറ്റാ ടാറ്റാ. നീ എന്ന് വരും? നീ പോയിട്ട് എന്ന് വരും? 2 അനിയന്മാരും ഭാര്യമാര് അവിട്ടം കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിൽ ഭർത്താക്കന്മാരുമായിട്ട് ഓണം ആഘോഷിക്കാൻ പോയി അവിട്ടത്തിനെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ശേഷം തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വരാനുള്ള പ്ലാനായിരുന്നു. അവിട്ടത്തിനൊന്ന് വീട്ടിൽ പോകാനായിട്ട് ഉള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഇടി പോലെ വീണത്. കാരണം അബിക്കുട്ടന് നല്ല പനി കൂടി. അപ്പോൾ നമ്മൾ പിന്നെ അബിക്കുട്ടനെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ ഞങ്ങൾ പിന്നെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അബിക്കുട്ടനെ ഇപ്പോൾ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ആൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇപ്പം അവിടെ കഴിഞ്ഞ് ഒരു ഓണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു. ഇനി അബിക്കുട്ടന് സ്കൂളിൽ പരീക്ഷയാണ്. അപ്പോൾ അബിക്കുട്ടന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേഗം ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ, വേഗം പനി മാറണത്. പനി മാറിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകാൻ. അബിക്കുട്ടന് ഇപ്പോൾ പനിയെല്ലാം കുറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവോണത്തിനായിരുന്നു അബിക്കുട്ടൻ്റെ പനിയായത്. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇപ്പം പനിയെല്ലാം കുറഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയായി. നാളെയാണ് ഞായറാഴ്ച. അപ്പോൾ നാളെയാണ് ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. ഞാൻ ഇന്ന് വീട്ടിൽ പോയി കുളിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അബിക്കുട്ടനോട് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ സഹിച്ചേട്ടനുണ്ട്. അബിക്കുട്ടന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹിച്ചേട്ടൻ ചോക്ലേറ്റ് മേടിക്കാൻ പോയി. ചോക്ലേറ്റ് മേടിച്ചുകൊണ്ടുവന്ന് ഇപ്പം ആഹാരം കഴിച്ചു തുടങ്ങി. അബിക്കുട്ടൻ റൂമിൽ കിടന്നിട്ട് ഒരേ ബോറടി. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റലിന് പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം അങ്ങനെ അബിക്കുട്ടൻ പനിയായത് കാരണം വെള്ളത്തിലായി. പിന്നെ നമ്മൾ ഈ 2027 ഓണം എല്ലാ വർഷവും ഇനി മറക്കത്തില്ല അല്ലേ മോനെ? പനിയായി ഞങ്ങളിവിടെ ഇപ്പോൾ കേരളത്തിൽ പെട്ടുപോയി. ഇനി നല്ല സന്തോഷത്തോടെ തിരികെ പോകണം. അബിക്കുട്ടന് ഇനി ഒരാഴ്ച റെസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെ സ്കൂളിൽ വിടുന്നുള്ളൂ. എല്ലാവരും അബിക്കുട്ടനായിട്ട് പ്രാർത്ഥിക്കണം.